ഹലോ ഗൈസ്, നന്ദോണ്. അപ്പം നമ്മളെ ഫവാസ് ഖാൻ നിക്കാണ്. അപ്പോൾ അതിനെടുത്ത കോസ്റ്റ്യൂമായിട്ടാണിത്. നമ്മൾ റെൻറ്റിനെടുത്തിരിക്കുന്നത്, ഇത്ര റെൻറ്റിനെടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും നല്ല ചൊറുക്കായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ തന്നെ അവന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോൾ അവൾക്ക് മുടുക്കന്നെ അയക്കുന്നത് വൈറ്റാണ് ഇട്ടിരിക്കുന്ന ആൾ. അങ്ങനെ വീട്ടിൽ നിന്ന് എല്ലാം സലാം പറഞ്ഞ് കണ്ട് ഇറങ്ങാനുള്ള പരിപാടിയാണ്. കറക്റ്റ് ടൈമിൽ തന്നെയാണ് വീട്ടിൽ എത്തിയിട്ട്. അപ്പോൾ എനിക്ക് പോകാനുള്ള വണ്ടിയും കാര്യങ്ങളും വന്നു. ഈ രണ്ട് വണ്ടിയിലാണ് നമ്മൾ പോണത് കേട്ടോ. നമ്മൾ ഇതേമാതിരി തന്നെ കല്യാണം കഴിക്കണേക്കന്മാരായതുകൊണ്ട് കല്യാണത്തിൻ്റെ അങ്ങനെ ഓൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഓലെ വീട്ടിലേക്ക് എത്തിയിട്ടാണ്. അവിടെ വീട്ടിലെല്ലാം ഓഡിറ്റോറിയത്തിലുള്ള പരിപാടി. ചെന്ന പാടിന് ജ്യൂസൊക്കെ കിട്ടി. ഇപ്പോൾ അതാളുടെ ട്രെൻഡ്, പഴയ ചെറുപ്പകാലത്ത് ഫോട്ടോസൊക്കെ ഉള്ളത് വെക്കുന്നത്. അവിടെ നിക്കാവും കല്യാണവും ഒരുമിച്ച് ചെയ്യുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കുറേ നേരം ഫവാസ് ഖാനും നിക്കാവും കാര്യങ്ങളും കഴിഞ്ഞിട്ട്. അപ്പോൾ ഓരോരുത്തർക്ക് ഇനിയിപ്പോൾ നിക്കാഹൊക്കെ തുടങ്ങണം അങ്ങോട്ടാണെന്നുള്ള ചർച്ചയിലെത്തി. അപ്പോൾ അവൻ്റെ നിക്കാഹിൻ്റെ വകയായിട്ട് ഓരോ കിഴി ഞങ്ങൾക്ക് കൊണ്ടുവന്നു കേട്ടോ. നല്ല മിഠായി പൊതിയാണ്. അതിൽ ഉള്ള ഡേറ്റ്സ്, 2 ഡേറ്റ്സ്, പിന്നെ ബദാം, ക്യാഷ്യൂ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച് റാത്തായി. അതൊക്കെ കഴിച്ചോടെ തന്നെ ഞങ്ങൾക്ക് നല്ല വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ കുറച്ച് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അഖിലൊക്കെ ഇല്ലേ, ഇൻസ്റ്റയിലൊക്കെ വൈറലായ അവരുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടോ. നല്ല അടിപൊളി ബിരിയാണി, നല്ല ബീഫും പിന്നെ അതിന് ചിക്കനൊക്കെ ആയിട്ട് അടിച്ച് മിന്നിട്ടൊന്നും നോക്കിയില്ല. നല്ല വിശപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് റാത്താവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഫാൻ്റെ തൊട്ട് തന്നെ ഓഡിറ്റോറിയത്തിൽ വന്നു ചെയ്യുന്നു കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കൽ തുടങ്ങി. ഞങ്ങൾ കുറച്ച് പുറത്ത് പോയി ഓരോ ചായ കുടിച്ചു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ. അപ്പോൾ ഓരോ സെക്ഷനായിട്ട് ഫോട്ടോ എടുക്കൽ കഴിഞ്ഞു. അതിനുള്ള മൊഞ്ചെത്തി ഓസ്കാറിൻ്റെ വുഡ് ബി വന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ സെറ്റ് ചെയ്ത് ഓനിങ്ങനെ ഫസ്റ്റ് കല്യാണം ആയതുകൊണ്ട് തന്നെ ഓൻ്റെ കയ്യും കാര്യമൊക്കെ ഭയങ്കര വെറിയുന്നു കേട്ടോ. കട ഇത് കണ്ടിട്ട് നമുക്കും ചെറിയ വരും. അങ്ങനെ ഓലെ എൻട്രി കഴിഞ്ഞ് ഓളെ വെൽക്കം ചെയ്ത് ഇരുന്ന് അങ്ങനെ സ്കൂളിൽ സെറ്റ് ചെയ്തിട്ട് വൈബ് ചെയ്യുന്നു. അപ്പോൾ പടക്കം മറ്റേ പേപ്പറും കാര്യങ്ങളൊക്കെ പോയപ്പോൾ തന്നെ കുട്ടികൾ വന്ന് പെറുക്കൽ തുടങ്ങി. കുട്ടികൾക്ക് ക്യൂരിയോസിറ്റി ആണല്ലോ, നമുക്ക് പെറുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ നമ്മൾ ഇറങ്ങിയിട്ടോ, അവൻ്റെ വീട്ടിലേക്ക് ഇറങ്ങി. പോക്കിൽ വണ്ടിയിൽ എണ്ണ നോക്കാൻ പോലും മറന്നിക്കണേ. അതിൽ പെട്രോൾ കഴിഞ്ഞ് അങ്ങനെയൊക്കെ കഴിഞ്ഞ സാധനങ്ങളൊക്കെ അടിച്ച് ഞങ്ങൾ ഒരു പ്രോപ്പർട്ടി എടുത്തിട്ടുണ്ടായിരുന്നു ഫോട്ടോഷൂട്ടിനും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അവന് വീട്ടിൽ കയറി വന്നിട്ട് പിന്നെ ഞങ്ങളിവിടെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു. അങ്ങനെ നിക്കാതും കാര്യങ്ങളൊക്കെ അടിച്ച് പൊളിച്ച് സൂപ്പറായി നടന്നിട്ടുണ്ടാവും. അപ്പോൾ ഏകദേശം ഫോട്ടോഷൂട്ടും കാര്യങ്ങളും കഴിഞ്ഞപ്പോൾ വൈകിട്ട് ഒരു 6:45 7 മണി ആയിട്ടോ. അപ്പോൾ പിറ്റേ ദിവസമാണ് അവൻ്റെ കല്യാണം ഉള്ളത്. ഇന്ന് നിൽക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം കല്യാണമാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ, സി യു.